നമ്മുടെ ഇതര മതസ്ഥരായിട്ടുള്ള നമ്മളെ ചങ്കാൾ നബിദിന റാലിക്ക് നമ്മളെ കുട്ടികൾക്ക് മിഠായി കൊടുക്കുമ്പോഴല്ലേ ശരിക്കും പരിപൂർണ്ണമാണ് റാലിൻ്റെ ആസ്വാദനം എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ എന്തായാലും പരിപാടി തുടങ്ങി രാവിലെ തന്നെ റാഫി ഒരു നോട്ടുമാലിട്ടെടുത്ത് ടീമിട്ടെടുത്താണെന്ന് അറിയില്ല, ഏതായാലും മിഠായി എടുത്താണ്ട് കുട്ടികളും മക്കളും വലിയോലും ചെറുവിലൊക്കെ ആയിട്ട് എല്ലാവരും ഉണ്ട്. ആഘോഷ ഗംഭീര പരിപാടിയാണ്. ദഫുണ്ട്, നമ്മളെ സ്കൗട്ടുണ്ട്, ഫ്ലവർ ഷോ ഉണ്ട്, അതിനൊക്കെ ആയിട്ട് നമ്മുടെ നാട്ടിൽ നമ്മളെ വടക്കേപ്പുറം ജലാലിയ മദ്രസിൻ്റെ പരിപാടി ഇക്കുറി നമ്മൾ ചെയ്തൊരു ഗംഭീര പരിപാടി എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പുറത്തേക്ക് പോകണത് നിർത്തി വെച്ച് NHMക്കുള്ള പരിപാടി. കാരണം മറ്റുള്ളവരെ ബുദ്ധിമുട്ടിച്ചുകൊണ്ട് നമ്മൾ നബിദിന റാലി എന്ന് പറഞ്ഞാൽ ശരിക്കും നമ്മൾ നബിനെ അവഹേളിക്കണമെന്ന് തുല്യല്ലേ. നമ്മൾ മാനോക്ക അതാണ് വരുന്നത്. മാനോക്കാൻ്റെ ഒരു പ്രസൻസ് എന്ന് പറഞ്ഞാൽ മാനോക്കാൻ്റെ കീഴിലാണ് നേതൃത്വത്തിലാണ് ഇത്രയും വലിയ പരിപാടി ടെക്നിക്കൽ സൈഡ് ഇങ്ങനെ ഇത്രയും സെറ്റപ്പ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഉള്ളേരി കൂടെ ആക്കി ഇക്കുറി നമ്മൾ കാര്യങ്ങളൊക്കെ പോക്കും വരും. ഇതാകുമ്പോൾ എല്ലാവർക്കും പങ്കെടുക്കും ചെയ്യാം. ബ്ലോക്ക് കാര്യങ്ങൾ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ല. കുഞ്ഞാവൻ ഐസിലേ ഒരു ക്യാഷ് പ്രൈസ് കൊടുത്തു. കുഞ്ഞോനും പരിപാടിയും കാര്യങ്ങളൊക്കെ കിട്ടി. മുത്തുവാനെന്ത് ജുബക്കെട്ടായാലും വരുന്നുണ്ട്. ഏതായാലും നൈസിലും യാസിൻ്റെ ഇരുന്നൊരു മുട്ടായി വാങ്ങിക്കാണ്ടേ നോക്കിയാണെങ്കിൽ മനാഫാക്ക് കുട്ടികൾക്ക് വെള്ളം കൊടുക്കണം. ദഫിൻ്റെയും മറ്റേ വേറെ കുട്ടികളൊക്കെ ദാഹിച്ചിട്ടേ നല്ല ചൂടല്ലേ, ഭയങ്കര ചൂടല്ലേ. അങ്ങനെ ഏതായാലും വെള്ളം കൊടുക്കണത് നല്ലൊരു പരിപാടിയായിട്ട് തോന്നി ഇക്കുറി. ഏതായാലും അത് ഇപ്പോൾ ഇതിലേക്ക് നോക്കിയാണെങ്കിൽ കാരണവന്മാരന്ത്രമാരൊക്കെ കയറാം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സഹകരിച്ച് കണ്ടേ എല്ലാ തരത്തിലുള്ള കുട്ടികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. കുഞ്ഞുമണി ഫുള്ള് കാര്യങ്ങൾ സെറ്റാക്കുന്നുണ്ട്. അങ്ങനെ ഭയങ്കര അയലോകക്കാരും നാട്ടുകാരും എല്ലാവരും ഉണ്ട്. അതിൻ്റെ മതത്തിലുള്ളവർ അങ്ങനെയൊന്നുമില്ല, നമുക്ക് ഏതും ആഘോഷിക്കാമല്ലോ. അങ്ങനെയല്ലേ നമ്മൾ നബിൻ്റെത് അവർ കൂടി നമ്മളൊപ്പം ചേരുമ്പോഴാണ് ഇതിൻ്റെ പരിപൂർണ്ണത എന്ന് പറഞ്ഞത്. ശരിക്ക് ഒക്കെയാണ് നിങ്ങൾ മുസാക്ക എല്ലാവരും ഉണ്ട്. കുട്ടിപ്പതാക്കൊണ്ട് നെയ്സിലെ മുട്ടായി കൊടുത്ത് മുത്തു അങ്ങനെ നമ്മളെ കാളിയാസിനെ നമ്മളെ ജാഫറാക്ക മുട്ടായി കൊടുക്കുന്ന രംഗമാണ്. എല്ലാവരും ഗ്രാഫി ഇതാക്കണം ഓല് കൊടുക്കും. ഓലും കൂടെ നമ്മളൊപ്പം കൂടുമ്പോഴും നമ്മൾ ഓലപ്പം കൂടുമ്പോഴാണ് അതിൻ്റെ ഒരു പരിപൂർണ്ണത എന്ന് പറയുന്നത്. അപ്പോൾ മുട്ടായി കൊടുക്കുന്ന കാര്യങ്ങൾ കറക്റ്റായിട്ട് പിന്നെ നമ്മൾ വിളിച്ച് പറയുന്നുണ്ട്. കാരണം നമ്മളെ സംഭാവന സഹകരിച്ച് ഒരുപാട് ആളുകളുണ്ട്. ഇവരാണ് ഏറ്റവും നമുക്കൊരു നേക്ക് തോന്നുന്നത്. കാരണം നമ്മളെ അന്യവാസികൾ നമ്മളെ സുഹൃത്തുക്കൾ കൊടുക്കുമ്പോൾ അജൂസ് ആക്കണം എന്തോ കനത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇവരെല്ലാ കൂരും ഇവിടെ നമ്മളെ കോളനിയിൽ നമ്മളെ ചങ്കാൾ പിന്നെ നമ്മളെ കുട്ടികൾക്ക് മുട്ടായി അല്ലെങ്കിൽ ഐസ്ക്രീം എന്തെങ്കിലും കൊടുക്കുന്നുണ്ട്. അതാണ് നമ്മളെ ഏറ്റവും ഇതിലുള്ള ഏറ്റവും ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ എൻ്റെ കൂടെ നൈസിലേക്ക് മറ്റേ സോപ്പളാസൊക്കെ തിരികാണ്ട് റാലിയിൽ ഓട്ടർഷം കരീം പറഞ്ഞു എൻ്റെ എടുക്കാൻ ഞാൻ വീഡിയോ എന്നെ ഉൾപ്പെടുത്താൻ ഞാൻ വെട്ടും ഞാൻ പറഞ്ഞിട്ടേ ഓന് മുട്ട എടുക്കണം എന്നാൽ പിന്നെ ഓനും കൂട്ടാരിയിട്ട് ഒരു മുട്ടായി മാലല്ല പോകേണ്ടത് എവിടുക്കാൻ ആകും നമ്മതാക്കിട്ട് കൊടുത്തേതായാലും. ഞാൻ 2 കേക്ക് കൊടുത്താലും ഇങ്ങനെ നടന്നിറങ്ങിയാണ്. മുനവർ എന്തോ കനത്ത് കൊടുക്കുന്നുണ്ടോ ഫുൾ ആളെ കൂടിയിട്ട് ഫുൾ പരിപാടി. ഇത് ഈ പരിപാടി കണ്ടു കഴിഞ്ഞാൽ ഞങ്ങൾ വിചാരിക്കുന്നത് വലിയൊരു മദ്രസൻ്റെ കീഴിലെ വലിയൊരു പരിപാടിയാണ്. അങ്ങനെ ഒന്നല്ലത് ചെറിയൊരു മദ്രസൻ്റെ കീഴിലെ ചെറിയ പരിപാടി. പക്ഷേ എല്ലാവരും ഉണ്ട് എന്നുള്ളതാണ്. നമ്മൾ 1 ഇട്ടെടുത്തു, 2 ഇട്ടെടുത്തു, ആട്ടക്കണം 3 ഇട്ടെടുത്തു. ഗംഭീര പരിപാടി. ഇതിൻ്റെ എൻഡിങ്ങാണ് ഇപ്പോൾ ഈ കാണാൻ പോകുന്നത്. നിങ്ങൾ നേരെ നെച്ചുകൊണ്ട് നമ്മളെ വീടിൻ്റെ ആ ജംഗ്ഷൻ എന്നാണ് ഇതിൻ്റെ എൻഡിങ് എന്ന് പറയുന്നത്. അങ്ങനെ എല്ലാവരും വന്ന് ഫുള്ള് കുട്ടികളൊക്കെ ഒരു സൈഡിൽ സെറ്റാക്കിയിട്ട് ഇവിടുന്ന് ചെറിയൊരു മുട്ടും പരിപാടിയും കാര്യങ്ങളും എല്ലാവരും സെറ്റാക്കുന്ന രീതിയിലാണ്. ഇത് കഴിഞ്ഞാൽ ഒരു തോർക്കലും പിന്നെ ഒരു ഫുഡിങ്ങും അതോടുകൂടി എൻഡിങ്ങാണ്. ഇവിടെ ഇതുപോലെ കാണാനൊക്കെ നമ്മുടെ സുഹൃത്ത് അയൽവാസികളായിട്ടുള്ള ആളുകൾ ടോട്ടലി വരും. കാരണം എന്താ വെച്ചാൽ ഞാൻ പറഞ്ഞില്ല എല്ലാവരും അത് ഉള്ളേരിയിൽ നമ്മൾ മാത്രം പരിപാടി നടത്തുമ്പോൾ ഏറ്റവും വലിയ മെച്ചം എല്ലാവരും ഉണ്ടാവും എന്നുള്ളതാണ്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു ആസ്വാദനമായിട്ട് നമ്മൾ അൽബിയാക്കാതാക്കണം. നമ്മളെ ദഫിൻ്റെ കുട്ടിക്ക് മുട്ടായി നോട്ടുമാലിട്ട് കൊടുക്കണം. നമ്മളതിൻ്റെ അടി കൂടെ നെയ്സിൽ നമ്മളും ചെറുത് വന്നിട്ടാണ് നമ്മൾ ഇട്ട് കൊടുത്ത്. അങ്ങനെ അതിലേക്ക് കഴിഞ്ഞിട്ട് നമ്മൾ ഫുഡിങ്ങിൻ്റെ പരിപാടി നമ്മളിവിടെ കൊടുക്കൽ സ്ഥിരമായിട്ട് കടായും പിന്നെ നൂൽപുട്ടുമാണ്. അങ്ങനെ കുട്ടിപ്പോൾ ഞങ്ങളൊക്കെ ഇവിടെ കൂടിയിട്ട് ഇതിൻ്റെ പിന്നെ ഇവിടെ കൊടുക്കേണ്ട പിന്നെ നമ്മൾ അംസാക്കാനൊരു ബിഗ് സെലൂട്ട് ആട്ടോ. കാരണം 10,000 ചിലവാണ് ഈ പരിപാടിക്ക്. അപ്പോൾ എല്ലാവരും ഇവിടെ കൂടിയിട്ടാണ് നടത്താറില്ല എല്ലാ കുറി. ഇതിൻ്റെ സമാപനം എന്ന് പറഞ്ഞിട്ട് നമ്മളെ ഇവിടെയാണ് ഇതിൻ്റെ എന്താണ് ഇപ്പോൾ വേണ്ടത്. അങ്ങനെ എല്ലാവരും കൂടി എല്ലാവർക്കും കൊടുത്ത് ഭയങ്കര ആഘോഷ ഗംഭീര പരിപാടി. ഇതാണ് നമ്മളെ നാട്, നമ്മളെ നബിദിന റാലി.